ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന വെടിവെപ്പിൽ 2 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. അക്രമിയെ ഉദ്യോഗസ്ഥർ വെടിവെച്ചാണ് കീഴ്പ്പെടുത്തിയത്. വിവരങ്ങളുമായി മനു ഭരത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന്. മനു, അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ടാണ് ഫ്ലോറിഡ യൂണിവേഴ്സിറ്റിയിലെ വെടിവെപ്പിന്റെ വാർത്തകൾ വരുന്നത്. ഈ അക്രമിയുടെ പ്രകോപനം എന്തെന്നോ ഇയാളുടെ കൂടുതൽ വിശദാംശങ്ങളോ ഒക്കെ ലഭ്യമാവുന്നുണ്ടോ? ശ്രീജ, ഈ യുവാവ് 20-കാരനാണ്. ഇയാളുടെ അമ്മ പോലീസ് ഉദ്യോഗസ്ഥയാണ്. സ്വാഭാവികമായും അവരുടെ തോക്കാണ് ഇയാൾ കൈക്കലാക്കി വിവേചനരഹിതമായി സർവകലാശാലയിൽ വെടിയുതിർക്കുകയായിരുന്നു എന്നാണ് പ്രാഥമികമായി വരുന്ന വിവരങ്ങൾ. 2 പേർ ആണ് ഇതിൽ മരിച്ചിരിക്കുന്നത്. ഇവർ വിദ്യാർത്ഥികളല്ല, ആ സർവകലാശാലയിലെ വിദ്യാർത്ഥികളല്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ബാക്കി 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവരുടെ നില അത്ര ഗൗരവമല്ല എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഏതായാലും 20-കാരനായ ഈ ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു വിദ്യാർത്ഥിയാണ് ഈ വിവേചനരഹിതമായി വെടിയുതിർത്തിട്ടുള്ളത്. അമ്മയുടെ തോക്കാണ്, പോലീസ് ഉദ്യോഗസ്ഥയായ അമ്മയുടെ തോക്കാണ് ഇയാൾ ഉപയോഗിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും ആ പ്രദേശത്ത് വലിയ പരിഭ്രാന്തി പടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ഇതിൻ്റെ ഒരു തുടർ നടപടി എന്ന നിലയിൽ സർവകലാശാല അടച്ചിട്ടതായി അധികൃതർ പ്രഖ്യാപിക്കുന്നു. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ വേണ്ട വിദ്യാർത്ഥികൾക്ക് അത് നൽകാനുള്ള നീക്കം നടക്കുന്നു എന്നാണ് പ്രഖ്യാപിക്കുന്നത്. ഒപ്പം ഈ പരിക്കേറ്റവർക്കുള്ള ആവശ്യമായ ചികിത്സകൾ നൽകിയിട്ടുണ്ട്. അവർ അപകടനില തരണം ചെയ്തു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ പുറത്തു വരുന്നത്. ശരി, മനു ഭരത്താണ് വിവരങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ.